നിങ്ങൾ മരുതമല മുരുകക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? തമിഴ് പാട്ടുകളിലെല്ലാം നമ്മൾ കേട്ട് പരിചയിച്ച മരുതമല കോയമ്പത്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുരുകൻ്റെ 7ാമത്തെ വീട് എന്നാണ് മരുതമല അറിയപ്പെടുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയായിട്ട് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രവും ക്ഷേത്ര പരിസരവുമാണ് മരുതമല. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് മരുതമലയ്ക്കാണ്. നമ്മൾ കോയമ്പത്തൂർ ടൗൺ ബസ് സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് 15 മിനിറ്റ് ഇടവിട്ട് മരുതമലയ്ക്ക് ബസ് ലഭ്യമാണ്. ഏകദേശം 15 കിലോമീറ്ററാണ് ദൂരം വരുന്നത് മരുതമലയ്ക്ക്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ യാത്ര ആരംഭിച്ചു. നമ്മുടെ ബസ് ഇപ്പോൾ നിർത്തിയിരിക്കുന്ന ബസ് സ്റ്റോപ്പ് അണ്ണാ യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പാണ് കേട്ടോ. അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ മുൻവശത്ത് കൂടിയാണ് നമ്മൾ മരുതമലയ്ക്ക് പോകുന്നത്. മരുതമലയ്ക്കുള്ള ബസ് കോയമ്പത്തൂർ ടൗൺ ബസ് സ്റ്റാൻഡ് അഥവാ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് എപ്പോഴും ബസ് ലഭ്യമാണ്. മിനിമം ചാർജ് മാത്രമാണ് ഇവിടത്തേക്കുള്ളത്. നമ്മൾ ഏകദേശം മരുതമല ബസ് സ്റ്റാൻഡിൽ എത്താറായി കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് മരുതമല ബസ് സ്റ്റാൻഡിലാണ്. മരുതമല മുരുകൻ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പം നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് മരുതമല വന്ന് മരുതമലയിൽ നിന്ന് നമ്മൾ ക്ഷേത്രത്തിന് തന്നെ വാഹനമുണ്ട് മുകളിലേക്ക്. അപ്പോൾ അതിൽ നമ്മൾ യാത്ര ചെയ്ത് ആ ക്ഷേത്രം സന്ദർശിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ കാണുന്ന മലയുടെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് മരുതമല ബസ് സ്റ്റാൻഡാണ്. കോയമ്പത്തൂരിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം ബസ്സുകൾ ഇവിടെയാണ് എത്തിച്ചേരുക. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി ക്ഷേത്രത്തിനടുത്തേക്ക് നടക്കുകയാണ്. ഇവിടെ നമുക്ക് 2 തരത്തിൽ ക്ഷേത്രത്തിലേക്ക് പോകാം. ഒന്ന് പടികൾ കയറിയിട്ടും മറ്റേത് ക്ഷേത്രത്തിൻ്റെ തന്നെ വാഹന സൗകര്യം ഉപയോഗപ്പെടുത്തിയും നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. സമയമുണ്ടെങ്കിൽ നമുക്ക് പടികൾ കയറിയിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് നല്ലത്. കാരണം സാവകാശം നടന്ന് ആ ഒരു മലയുടെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. നമ്മളീ പോണ വഴിയിൽ ഇരുഭാഗത്തും കടകളാണ് കേട്ടോ. ഭക്ഷണ സാധനങ്ങൾ, മറ്റ് കരകൗശല വസ്തുക്കൾ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള കളഭം, ഭസ്മം എന്നിവയെല്ലാം വിൽക്കുന്ന പ്രശസ്തമായിട്ടുള്ള കടകളും നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മലയുടെ അടിവാരാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ചുറ്റും വൃക്ഷങ്ങളാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഈ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് നൽകാനുള്ള സാധനങ്ങളെല്ലാം വിൽക്കുന്ന കടകൾ കുറേയധികം കാണാൻ കേട്ടോ നമുക്കിവിടെ. നമ്മൾ നടന്നാണ് പോകുന്നതെങ്കിൽ ഈ കാണുന്ന കവാടം വഴിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. കുറേയധികം പടികൾ കയറി വേണം നമ്മൾ ക്ഷേത്രത്തിൽ എത്തുവാനായിട്ട്. ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ ഇവിടെ നിന്നും ബസ്സിൽ മുകളിലേക്ക് കയറി പോകാനായിട്ട്. നമ്മൾ ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ തന്നെ ബസ് സർവീസാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ ഈ ബസ്സിലേക്ക് കയറുവാനായിട്ട്. സ്റ്റെപ്പുകൾ കയറി പോകുന്നതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു ബസ് സ്റ്റാൻഡും വരുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ബസ്. 10 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത് ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മരുതമല. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഏകദേശം ആൾ ഫില്ലായതിന് ശേഷം മാത്രമാണ് നമ്മുടെ യാത്ര ആരംഭിക്കുക. ഏകദേശം 2.5-3 കിലോമീറ്ററിന് അടുത്തുണ്ട് ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വരുന്നത്. ഇവിടുത്തെ ക്ഷേത്ര സന്ദർശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അതുപോലെ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 2 മണി വരെ ക്ഷേത്രനട അടച്ചിരിക്കും. 2 മണിക്ക് ശേഷം 6 മണി വരെയാണ് നമുക്ക് വീണ്ടും ദർശനം ലഭിക്കുക. മുൻപ് ഇവിടെ രാത്രി 10 മണി വരെയെല്ലാം നമുക്ക് ക്ഷേത്ര ദർശനം നടത്തായിരുന്നു. എന്നാൽ കൊറോണയ്ക്ക് ശേഷം വന്യമൃഗങ്ങളുടെ ശല്യം കൂടിയതിനാലാണ് 6 മണി എന്ന് ചുരുക്കിയത്. അപ്പോൾ കാടിന് നടുവിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ബസ്സിൽ എത്തിച്ചേരുക. അപ്പോൾ ആ ഒരു പോണ വഴിയിലെല്ലാം വന്യമൃഗങ്ങളുടെ ശല്യം കൂടിയതിനാലാണ് ഇവർ ആ ഒരു സമയം ചുരുക്കിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ നമുക്ക് ഇവിടെ സ്വന്തം വാഹനത്തിൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ കേട്ടോ. അതിനൊരു എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ താഴെ വരെ പോകാം. നമുക്ക് ബസ്സിൽ പോകുന്നതിന് പകരം നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാം. എന്നാൽ വലിയ വാഹനങ്ങളൊന്നും ഇതുവഴി പ്രവേശനമില്ല. 3 കിലോമീറ്ററാണ് ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വരുന്നത്. ബസ് നിറയെ ആളുകളാണ് കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും കാടാണ്. കാടിന് നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വൈകിട്ടെല്ലാം വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുമെന്ന് ഇവർ പറയുന്നത്. സ്വന്തം വാഹനത്തിലെല്ലാം ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് ഇടയിൽ വെച്ച് കാണാൻ കേട്ടോ. ബൈക്കുമായിട്ടെല്ലാമാണ് ആളുകൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ദൂരെയായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗം കാണാൻ കേട്ടോ നമുക്ക്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12:30 കേട്ടോ. താഴെ നിന്നും പടികൾ കയറി വരുന്നൊരു ഭാഗം നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയും. ശരിക്കും നമ്മളൊരു ചുരത്തിലൂടെ സഞ്ചരിക്കുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടുക ഈ ഒരു യാത്രയിൽ. അപ്പോൾ ഈ പോണ വഴിയിൽ കുറേയധികം വ്യൂ പോയിന്റുകളുണ്ട് കേട്ടോ. അവിടെയെല്ലാം ആളുകളെയും നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഏകദേശം ക്ഷേത്രത്തിന് അടുത്ത് എത്താറായി കേട്ടോ. ദൂരെയായിട്ട് നമുക്ക് ക്ഷേത്ര ഗോപുരം കാണാം. നമുക്കിവിടെ എത്തിച്ചേർന്നാൽ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ സമ്മാനിക്കുന്നത്. ക്ഷേത്രവും ചുറ്റുപാടും മലയുമായിട്ട് നിൽക്കുന്ന ക്ഷേത്രഗോപുരം, മലയുടെ നടുവിൽ തലയുയർത്തി നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഈ കാണുന്നതാണ് നമ്മൾ വന്ന ബസ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ട് ക്ഷേത്ര ദർശനം നടത്തി തൊട്ട് അപ്പുറത്തായിട്ട് കാണുന്ന വലിയ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരിക. ചെരുപ്പ് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. സ്റ്റെപ്പിന് തൊട്ട് അടുത്തായിട്ടാണ് ഇത്. പ്രത്യേകിച്ച് ഇതിന് കാശൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് തന്നെ വലിയൊരു പാർക്കിംഗ് ഏരിയ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ നല്ല ഷെയ്ക്ക് വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. നടപ്പാതയ്ക്ക് അടുത്തായിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് നൽകാനുള്ള പൂക്കൾ വിൽക്കുന്ന കടകൾ കാണാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നിവേദ്യങ്ങളെല്ലാം തയ്യാറാക്കുന്ന സ്ഥലമാണ് കേട്ടോ. കുത്തനെയുള്ള കുറച്ചധികം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തുവാനായിട്ട്. മുകൾ ഭാഗത്തു നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ദർശനത്തിനായിട്ട് വരിയിൽ നിൽക്കുകയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ക്ഷേത്ര ഗോപുരം. അപ്പോൾ ഇവിടെ നിന്നും കോയമ്പത്തൂരിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ പാമ്പാടി സിദ്ധരുടെ ക്ഷേത്രമാണ് കാണാൻ പോകുന്നത്. പാമ്പാടി സിദ്ധർ ഇവിടെ തപസ് ചെയ്തുവെന്നും സുബ്രഹ്മണ്യസ്വാമി പാമ്പായിട്ട് ദർശനം നൽകിയെന്നുമാണ് ഐതിഹ്യം. ഭഗവാന്റെ ഭാര്യമാരായ വള്ളി, ദേവയാനി എന്നിവർക്കൊപ്പം സിദ്ധർക്ക് മരുന്ന് തീർത്ഥം നൽകി അനുഗ്രഹിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീകോവിലിൽ നിന്നും സിദ്ധരുടെ ഗുഹയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കപാതയുണ്ട്. സിദ്ധർ ഇത് മുരുകനെ ആരാധിക്കാൻ ഉപയോഗിച്ചതായി കരുതപ്പെടുന്നു. ഈ കാണുന്നതാണ് സിദ്ധരുടെ കോവിൽ കേട്ടോ. അപ്പം കാടും കാടിന് നടുവിലായിട്ട് ക്ഷേത്രവും. ക്ഷേത്രത്തിന്റെ സൈഡിലൂടെയെല്ലാം വെള്ളമൊലിച്ചു ചാടുന്ന ശബ്ദം നമുക്ക് കേൾക്കാം കേട്ടോ. ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞാൽ എല്ലാവർക്കും ഇലയിലൊരു പ്രസാദം നൽകും കേട്ടോ. വളരെ രുചികരമായിട്ടുള്ളൊരു പ്രസാദമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്ത പ്രസാദമായിരിക്കും ഇവിടെ കിട്ടുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ പ്രത്യേകിച്ച് വഴിപാടൊന്നും ഇവിടെ നടത്തേണ്ട ആവശ്യമില്ല. വരുന്ന എല്ലാവർക്കും ഈ ഒരു പ്രസാദം ലഭിക്കും. അങ്ങനെ നമ്മൾ ദർശനം എല്ലാം കഴിഞ്ഞ് ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. തിരിച്ച് നമ്മൾ ബസ്സിൽ പോവുകയാണ്. തമിഴ്നാട്ടിലെ മിക്ക ക്ഷേത്രങ്ങളിലും നമ്മൾ സന്ദർശിക്കുമ്പോൾ കേരളത്തിലേതുപോലെ ആചാരാനുഷ്ഠാനങ്ങളിൽ കൃത്യമായിട്ട് എല്ലാവരും ഒരേപോലെ പാലിച്ചൊന്നുമല്ല ദർശനം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾ കേരളത്തിൽ തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ദർശനം നടത്തുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ആളുകളുടെ വിശ്വാസം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു മരുതമല യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.